സെല്ലിങ് വരുമ്പോൾ, അതായത് കാല് കുത്തി നിൽക്കുന്ന അവസരത്തിലായിരിക്കും താഴേക്കുണ്ടാകുന്ന പ്രഷർ കൊണ്ടാണ് സെല്ലിങ് ഉണ്ടാകുന്നത്. പിന്നെ അവിടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് വരാതിരിക്കുമ്പോഴും അവിടെ സെല്ലിങ് ഉണ്ടാകും. അത് സെല്ലുലൈറ്റിസ് മാതിരി ചുമന്ന ഒരു ലോലോലിക്കയുടെ മാതിരി തടിച്ചൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിന് ചില പൂച്ചകളൊക്കെ ഇട്ടിട്ട് ഇൻറ്റേർണലി മെഡിസിൻസ് കൊടുക്കുകയും അതേപോലെ കാല് താഴ്ത്തിയിടാതെ പൊക്കി വെക്കുകയും കഷായങ്ങളെ കൊണ്ടുള്ള ധാരകളും ഇൻറ്റേർണൽ മെഡിസിനും കൊണ്ട് ഇത് ഒരുപാട് നമുക്ക് സബ്സൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഏകദേശം നല്ല റിസൾട്ടോടുകൂടി തന്നെ മാറ്റാൻ പറ്റുന്നതാണ് ആ നീർക്കെട്ടുകൾ. അതുപോലെ മറ്റുള്ള ലേപനങ്ങളൊക്കെ വളരെ പ്രയോജനപ്പെടും. സെല്ലിങ് ഉണ്ടാകുമ്പോൾ അതിന് നല്ല റിസൾട്ട് തന്നെ കിട്ടാറുണ്ട്. ഈ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ട ഒരു രോഗമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ കുറച്ച് നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അതായത് കൂടുതൽ സമയം നിൽക്കാതിരിക്കുക, കുറേ ശ്രദ്ധയാണ് ആവശ്യം. അതായത് കൂടുതൽ പ്രഷർ അവിടെ കൊടുക്കാതിരുന്നാൽ ഇത് ഒരുപാട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെറിയ എക്സർസൈസ് അതും ഇതിനെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇൻറ്റേർണലി ചില മരുന്നുകൾ, അതിപ്പോൾ എന്നും വേണമെന്നില്ല, ആഴ്ചയിൽ ഒരു 6 മാസം കൂടുമ്പോൾ 1-2 കോഴ്സ് മരുന്ന് കഴിക്കുക. അതേപോലെ ലേപനങ്ങളൊക്കെ ഇട്ട് ചെറിയ മാസേജൊക്കെ കൊടുക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് വെരിക്കോസ് വെയിൻ.